പാണക്കാട് തങ്ങളെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. പാണക്കാട് തങ്ങളെ പോലുള്ള ആത്മീയ ആചാര്യന്മാരെ ആത്മീയ വാണിഭത്തിന്റെയും ആത്മീയമായ മേൽവിലാസത്തിന്റെയും കണക്കിൽ കേരള രാഷ്ട്രീയത്തിൽ വിമർശിക്കാനാവാത്ത, കുറ്റപ്പെടുത്താനാവാത്ത ശക്തികളായി ആരെങ്കിലും വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കേരളം. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടാണ്. ഒന്ന്, അദ്ദേഹം നടത്തുന്ന ആത്മീയ വാണിഭത്തെ ഇസ്ലാമിനകത്തും പുറത്തുമുള്ളവർ ആത്മീയമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അവരത് ചെയ്തു കൊള്ളട്ടെ. സാംസ്കാരിക പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ എന്ന നിലയിൽ ഞാൻ ശിഹാബ് തങ്ങളെ വിമർശിക്കുന്നത്, ഒന്ന്, അദ്ദേഹം സമുദായത്തിലെ അനാചാരങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നു. സമുദായത്തിലെ അനാചാരങ്ങൾക്ക് വില വാങ്ങുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നു. ഈ പ്രവാചകന്റെ കുടുംബത്തിന് എന്തോ വൈശിഷ്ട്യമുണ്ട് എന്ന് അവകാശപ്പെടുകയും ഇസ്ലാമിനകത്തെ ഒരുതരം ബ്രാഹ്മണ മേധാവിത്വം പോലെ സയ്യിദന്മാരായി വാഴുകയും അവർ ചെയ്യുന്നതിന് മുഴുവനും കേരളത്തിലെ മുസ്ലിം സമുദായം ഈ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിന്ന് സ്വീകരിച്ചു കൊള്ളും എന്ന് ധരിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ കുറ്റം. അദ്ദേഹമാണ് അത് തുറന്നു കാണിക്കേണ്ടത്. ജന്മം യോഗ്യതയല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പ്രവാചകന്റെ കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നതെങ്കിൽ ജന്മം മാത്രം യോഗ്യതയാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ ഞാൻ ഇരിക്കുന്നത് തെറ്റായ മാനദണ്ഡ പ്രകാരമാണ് എന്ന് അദ്ദേഹമാണ് ആദ്യം കേരളത്തോട് പറയേണ്ടത്. രണ്ട്, യാഥാസ്ഥികമായ മുസ്ലിം സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ മുഴുവനും വാണിഭമാക്കിയാണ്, അല്ലെങ്കിൽ അതിന്റെ ചെലവിലാണ് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട്. മൂന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ കണക്കെടുത്താൽ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ സാക്ഷാൽ പാണക്കാട് തങ്ങൾ മാനേജറായിട്ടുള്ള ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ പേര് ദാറുൽ ഉലൂം ഹൈസ്കൂൾ എന്നാണ്. വിജ്ഞാനത്തിന്റെ കവാടം എന്നാണ് എന്തേട്ടാ ആ പേരിന്റെ പേര്. ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ കോഴ വാങ്ങുന്ന സ്കൂൾ പാണക്കാട് തങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്തരക്കാർ വിമർശനത്തിന് അതീതമാകുന്നത്? ഒരു കാര്യം കൂടി, ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്തിട്ട് ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ പവന്റെ കണക്ക് പറയുന്നില്ല, ഏറ്റവും വലിയ കമ്മീഷൻ പറ്റി അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പണം പറ്റുന്ന ഒരാൾ എങ്ങനെയാണ് കേരളത്തിലെ വിവാഹം പോലും സ്വപ്നം കാണാൻ പറ്റാത്ത പട്ടിണി പാവങ്ങളായ മുസ്ലിം കുടുംബങ്ങളോട് എന്ത് വിശദീകരണമാണ് അദ്ദേഹത്തിന് നൽകാനുണ്ടാവുക? സ്ത്രീധനം പാടില്ല, സ്വർണ്ണാഭരണങ്ങൾ ആവശ്യത്തിലേറെ ഒരു കാരണവശാലും വിവാഹത്തിന്റെ ഒരു കച്ചവട മാനദണ്ഡം പോലെ നിർവഹിക്കാൻ പാടില്ല എന്ന് പറയാൻ ബാധ്യതപ്പെട്ട അദ്ദേഹം ജ്വല്ലറികളുടെ ഉദ്ഘാടനം ഒരു പ്രധാനപ്പെട്ട കലാപരിപാടിയായി സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? സാംസ്കാരികമായി, സാമൂഹ്യമായി, രാഷ്ട്രീയമായി വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ മറ്റാരൊക്കെ ഉപേക്ഷിച്ചാലും ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരേ സമയം ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ വിരാജിക്കുന്ന ഒരു നേതാവാണ്. എല്ലാവർക്കും സ്വീകാര്യനായി തീരുമ്പോൾ തന്നെ എല്ലാവരാലും വിമർശിക്കപ്പെടേണ്ട ഒരാളും കൂടിയാണ് പാണക്കാട് തങ്ങൾ. അതുപോലെ തന്നെ കേട്ടിട്ടുള്ള പല ആളുകളും ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഇപ്പോൾ യോഗി ആദിത്യനാഥ് അദ്ദേഹം ഒരു സന്യാസിയാണ്, അദ്ദേഹം ഒരു മഠാധിപതിയായിരുന്നു. അങ്ങനെ ഒരു സന്യാസി ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എത്രത്തോളം ശരിയാണ്? സന്യാസിമാർക്ക് സ്വാഭാവികമായും ചേർത്തോളൂ. ഇപ്പോൾ സന്യാസിമാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ചില കാര്യങ്ങളുണ്ട് എന്നാണ് വൈപ്പ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ ചർച്ചയായ കാര്യവും അതായിരുന്നു. ഒരു സന്യാസി മഠം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നയാൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി വരുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുമോ? അദ്ദേഹത്തിന് എല്ലാവരെയും ഒരേപോലെ എല്ലാവർക്കും സർവീസ് എത്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ കുറേ ചോദ്യങ്ങളും കൂടി ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും മതം രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് എന്നൊരു സംശയം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാവുന്നതല്ലേ? മതവും രാഷ്ട്രീയവും തമ്മിലുള്ള മൗലികമായ ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ബന്ധം ഏത് എക്സ്റ്റെന്റ് വരെ ആകാമെന്നതിനെ കുറിച്ചൊക്കെയുള്ള ലോക രാഷ്ട്രീയ പാഠങ്ങൾ അനവധിയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ശ്രീകാന്ത് ചോദിച്ചത്. മതം 2-3 തരത്തിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 4 തരത്തിലുള്ള മാതൃകകൾ ലോകത്തുണ്ട്. അതൊന്ന്,
ഒരു രാജ്യത്തിന് അതിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ അതിൻ്റെ ഭരണ നിർവഹണത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ, ഗവൺമെന്റിൽ മതത്തിൻ്റെ ലാഞ്ചനകളെ പാടില്ല. മതത്തെ നിർമാർജനം ചെയ്യുക, മതവിരുദ്ധമായ ഒരു സംവിധാനമായി നമ്മുടെ ഭരണകൂടങ്ങളെ വളർത്തിയെടുക്കുക എന്ന കൺസെപ്റ്റ് സമ്പൂർണ്ണമായി മാർസിയൻ കൺസെപ്റ്റാണ്. അങ്ങനെ ഒരു മാതൃക ലോകത്തുണ്ട്. അത് സിദ്ധാന്തത്തിലാണ്, പ്രയോഗത്തിലേക്ക് ഞാൻ വരാം. സിദ്ധാന്തത്തിൽ മതവിരുദ്ധമാണ് രാഷ്ട്രം, സമ്പൂർണമായി മതത്തിൽ നിന്ന് വിശുദ്ധമായിരിക്കണം, മതത്തിൽ നിന്ന് സമ്പൂർണമായി മുക്തമായിരിക്കണം രാഷ്ട്രം എന്ന കൺസെപ്റ്റ് സൂക്ഷിക്കുന്ന ഒരു മാർസിയൻ സമീപനം ലോക രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് ഒരു യൂറോപ്യൻ സമീപനമാണ്. അത് മതവും രാഷ്ട്രവും രണ്ടാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും. അത് രണ്ടും രണ്ടാണ്. ഒരിക്കലും പരസ്പരം കടക്കാൻ പാടില്ലാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിരിക്കണം രണ്ടും. ഒരിക്കലും രണ്ടും ബന്ധപ്പെടാൻ പാടില്ല എന്നതാണ് ഒരു യൂറോപ്യൻ കൺസെപ്റ്റ്. യൂറോപ്യൻ കൺസെപ്റ്റിൽ തന്നെ അതിന്റെ ലക്ഷണമൊത്ത മാതൃക അമേരിക്കൻ മാതൃക മാത്രമാണ്. ബ്രിട്ടീഷ് മാതൃക അതല്ല, നമുക്കറിയാം. ബ്രിട്ടീഷ് മാതൃക മഹാരാജാവ് ഭരിക്കുമ്പോഴും ഒരു മതത്തിന്റെ മേധാവിത്വത്തിന്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മതത്തിന് വലിയ സ്വാധീനമുള്ള മഹാറാണിയാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മേൽക്കോയ്മയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ മാതൃകയാണ് ഒന്ന്. മറ്റൊന്ന് സോവിയറ്റ് യൂണിയനിൽ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുന്ന തുടക്കത്തിലെ സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ്. മൂന്നാമത്തേത് ഇന്ത്യൻ മാതൃകയാണ്. ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് മതത്തിന്റെ മൂല്യങ്ങൾ, ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മതത്തിന്റെ മൂല്യങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല എന്ന് എല്ലാവരും ഒരേ സമയം അംഗീകരിച്ചതും പ്രയോഗിച്ചതുമാണ്. എല്ലാതരം ഒരുപാട് ആചാര്യന്മാർ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വഴികളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അരവിന്ദോ തൊട്ട് ഇപ്പോൾ ഇങ്ങേ തലക്കൽ മഹാത്മാഗാന്ധി വരെ, ഇനി വേറൊരു തരത്തിലാണെങ്കിൽ അബുൽ കലാം ആസാദ് വരെ മതം രാഷ്ട്രവും രണ്ടായി കണ്ടുകൊണ്ടുള്ള ഒരു സാധ്യമേ അല്ല. കാരണം രണ്ടിൻ്റെയും അടിസ്ഥാന മൂല്യം ധർമ്മമാണ്. മതത്തിന്റെ ധർമ്മങ്ങൾ രാഷ്ട്രീയത്തെ പോഷിപ്പിച്ചുകൊണ്ടല്ലാതെ, രാഷ്ട്രീയത്തെ കൂടി പിന്തുണച്ചുകൊണ്ടല്ലാതെ, മതത്തിന്റെ ധർമ്മങ്ങൾ രാഷ്ട്രീയത്തിൽ കൂടി ഉൾച്ചേർത്തുകൊണ്ടല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന മൂന്നാമത്തെ ഒരു കൺസെപ്റ്റാണ് പ്രധാനമായിട്ട് ഇന്ത്യൻ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്നാമത്തെ ഇന്ത്യൻ മാർഗം ആണ് കരണീയമായിട്ടുള്ള മാർഗം. ആ അർത്ഥത്തിൽ എല്ലാ മതത്തിൻ്റെയും ആത്മാവ് മനസ്സിലാക്കിയ ഏതൊരു പണ്ഡിതനും, ഏതൊരു സന്യാസിക്കും, ഏതൊരു പാതിരിക്കും രാഷ്ട്രീയത്തിൽ ഇടപെടാവുന്നതേ ഉള്ളൂ. ഒരു മൂല്യം എന്ന നിലയിൽ ഒരു അപകടമുള്ളത് ഈ പറയുന്ന ഇന്ത്യൻ മാർഗമല്ലാതെ, ഇപ്പൊ മതത്തിന്റെ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് മതവും രാഷ്ട്രീയവും തമ്മിൽ ശത്രുക്കളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഭാരതീയമായൊരു കൺസെപ്റ്റാണ് ശരി എന്ന് വരുന്നത് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ രണ്ട് ചിത്രങ്ങൾ കാണുമ്പോഴാണ്. ആദ്യത്തെ രണ്ട് മാതൃകയും അവർ പ്രയോഗത്തിൽ പൊളിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ കൃത്യമായി മാർക്സ് പറഞ്ഞു, മതവിരോധമാണ്, അല്ലെങ്കിൽ മതത്തിന്റെ വിനാശമാണ്, അല്ലെങ്കിൽ മതത്തെ തകർക്കുകയാണ് സമ്പൂർണമായി സാമൂഹ്യ വിപ്ലവത്തിന്റെ വഴി എന്ന് മാർക്സ് പറഞ്ഞു. പക്ഷേ കൃത്യമായി ഒരു തലമുറ കഴിഞ്ഞ് ലെനിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ ലെനിൻ പാതിരിമാർക്കും കന്യാസ്ത്രീകൾക്കും മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് വലിയ തോതിൽ റഷ്യയിലെ വിപ്ലവത്തിൽ അവരെ ഉൾച്ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ക്യൂബയിൽ വിപ്ലവം ഉണ്ടാക്കിയത് കന്യാസ്ത്രീകളും പാതിരിമാരുമാണ്. മാത്രമല്ല പിന്നീട് ലോകമൊട്ടാകെ ഈ ചിന്താ പദ്ധതി വന്നു, പല തരത്തിൽ മതത്തെ ഉൾച്ചേരാൻ തുടങ്ങി. 2-3 ഇന്ത്യൻ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, സോവിയറ്റ് യൂണിയന്റെ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി മലയാളികളെ പഠിപ്പിക്കാൻ ഒരു പുസ്തകം എഴുതിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കെ ദാമോദരനാണ്. ആ പുസ്തകത്തിന് അദ്ദേഹം അന്ന് കൊടുത്ത പേര് ഇന്നും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ പുസ്തകത്തിന്റെ പേര് 1917 ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചാണെന്ന് ഓർക്കണം. ആ പുസ്തകത്തിന്റെ പേര് യേശു ക്രിസ്തു മോസ്കോവിൽ എന്നാണ്. മാർസ് മോസ്കോവിൽ എന്നല്ല, മഹാനായ ലെനിൻ മോസ്കോവിൽ എന്നല്ല, യേശു ക്രിസ്തു മോസ്കോവിൽ. എന്നിട്ട് പറയാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്: ഭാരം ചുമക്കുന്നവരെ, വണ്ടി വലിക്കുന്നവരെ വരുവിൻ, നിങ്ങൾക്കുള്ളതാകുന്നു സ്വർഗരാജ്യം എന്ന യേശുദേവന്റെ വിമോചന സങ്കല്പം ഞങ്ങൾ ഇതാ റഷ്യൻ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ടെർമിനോളജി ഉപയോഗിച്ച് മാർസിസം പ്രചരിപ്പിക്കാനുള്ള രീതി ഒന്ന്, അത് ക്യാമ്പയിനിലാണെങ്കിൽ. രണ്ടാമത്, ഹർകിഷൻ സിംഗ് സുർജിത് എന്നൊരു മനുഷ്യനെ ഒരുപക്ഷെ ഇന്ത്യയിലെ CPIM എന്ന പാർട്ടിക്ക് ദേശീയ തലത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്ത ഒരു നേതാവിന്റെ പേരാണ് ഹർകിഷൻ സിംഗ് സുർജിത്. കൃത്യമായി ഒരു സിഖ് മതത്തിന്റെ വിശ്വാസം, സംസ്കാരം, വേഷഭൂഷകൾ എല്ലാം അണിഞ്ഞുകൊണ്ട്, എന്നാൽ പ്രത്യക്ഷത്തിൽ ഞാൻ മതവാദിയല്ല, ഞാൻ രാഷ്ട്രീയവാദിയാണ്
എനിക്ക് മതവുമായി ബന്ധമില്ല, എന്നാൽ സംസ്കാരത്തിലുണ്ട്, അസ്തിത്വത്തിലുണ്ട്, വ്യക്തിത്വത്തിലുണ്ട്, എന്നാൽ രാഷ്ട്രീയത്തിലില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ ചിത്രം. മൂന്നാമത്തൊരു ചിത്രമുണ്ട്. മൂന്നാമത്തെ ചിത്രം തീർച്ചയായിട്ടും നമ്മുടെ വലിയ തോതിൽ ആളുകളെ ക്ഷേത്രങ്ങളിലേക്ക് തിരിച്ചു വിളിക്കണം, പള്ളിക്കമ്മിറ്റികളിലേക്ക് തിരിച്ചു വിളിക്കണം. ക്ലാസിക്കൽ യുക്തിവാദം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് വന്നതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തകർച്ച നേരിടാനുള്ള കാരണം എന്ന പുതിയ കണ്ടെത്തലും അതനുസരിച്ച് മതത്തിലേക്കും ദേവാലയങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പുതിയ തലമുറയെ തിരിച്ചു വിളിക്കുന്ന ഒരു പുതിയ കൾച്ചറും ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ രണ്ട് മാർഗവും, യൂറോപ്യൻ മാർഗവും മാർസിയൻ മാർഗവും സിദ്ധാന്തത്തിൽ മാത്രം ഇപ്പോഴും ഭദ്രമായിട്ടിരിക്കുകയും അത് പ്രയോഗത്തിൽ വലിയ പരാജയമാണെന്ന് അവർ തന്നെ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ മാർഗം പ്രിവെയിൽ ചെയ്യുന്ന ഇന്ത്യൻ മാർഗം കുറെ കൂടി സ്വീകാര്യമാണല്ലോ എന്ന് ലോകമൊട്ടാകെയുള്ള മനുഷ്യന്മാർ, രാഷ്ട്രീയക്കാർ, ബുദ്ധിജീവികൾ, വിദ്യാർത്ഥികൾ, രാഷ്ട്രത്തലവന്മാർ ഒക്കെ ഇന്ത്യൻ മാതൃകയെ വലിയ ആരാധനയോടെ അംഗീകാരത്തോടെ കാണുന്നു എന്നുകൂടി നമ്മൾ കാണണം. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് സന്യാസിമാരുടെ രാഷ്ട്രീയത്തിലെ ഇടപെടലിനെ കുറിച്ചാണ്. നേരെ മറിച്ച് രാഷ്ട്രീയക്കാർ മതത്തിലേക്ക് ഇടപെടുന്ന സാഹചര്യം, നമ്മുടെ ഇന്ത്യൻ സാഹചര്യം എടുത്തു നോക്കിയാൽ, രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിയാൽ മതത്തിലേക്ക് ഇടപെടുന്നതും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും ധാരാളം കാണുന്ന മണ്ണുകൂടിയാണ് ഇന്ത്യ. നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർവഹിക്കുന്നിടത്തേക്ക് ഒരു ക്ഷേത്രം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത് പ്രധാനമന്ത്രി തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം അത് കരണീയമായ ഒരു കാര്യമാണോ രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ നേരിട്ട് ഡയറക്റ്റ്ലി മത ചടങ്ങുകളിലേക്കും മതപരിപാടികളിലേക്കും ഒക്കെ ഇടപെടുന്നത്? അത് എന്ത് തരം സന്ദേശമായിരിക്കും ഒരു സെക്കുലർ രാജ്യത്തിന് നൽകാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഇത്തരം വിവാദങ്ങളൊക്കെ രാജ്യമൊട്ടാകെ കത്തിപ്പടർന്നത്. അയോധ്യ ക്ഷേത്ര നിർമ്മിതിയെ ഒരു ദേവാലയത്തിൻ്റെ നിർമ്മിതി എന്ന നിലയിലല്ല ഞാൻ കാണുന്നത്. കാരണം ഏതാണ്ട് ഒരു 75 കൊല്ലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആയുസ് കളഞ്ഞ ഒരു അജണ്ടയുടെ പേരാണ് ബാബരി മസ്ജിദ് രാമജന്മഭൂമി ഇഷ്യൂ. ഇപ്പോഴും ആ വിധി ശരിയായില്ല, അവിടെ സമാധാനം വന്നത് വലിയ അപകടമായി പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ ബുദ്ധിജീവികളുണ്ട്, നമ്മൾ പലതരത്തിലെ ആളുകൾ അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അയോധ്യ കേസിൻ്റെ വിധി സൂക്ഷ്മമായിട്ട് പലതവണ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ആ വിധിയുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങുന്ന ഒരു വാക്യമുണ്ട്: പ്രിയപ്പെട്ടവരെ, നീതിയേക്കാൾ ഈ നാടിന് ഇന്ന് വേണ്ടത് ശാന്തിയാണ്. ഇത് ശാന്തിയുടെ വിധിയാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടു, ഒരു പള്ളി തകർക്കപ്പെട്ടു. പള്ളി തകർക്കപ്പെട്ടിടത്ത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ക്ഷേത്രം നിർമ്മിക്കണം എന്നതാണ് നീതി എന്ന് വേണമെങ്കിൽ വാദിക്കാം. സംഭവിക്കാൻ പോകുന്നത് ലോകാവസാനം വരെ ഒരിക്കലും തീരാത്ത തർക്കങ്ങളും ചോരച്ചാലുകളുമായിട്ട് അത് മുന്നോട്ട് പോകും. അതേ സമയത്ത് ആ കോടതി വിധി പ്രഖ്യാപിച്ച പരിണതപ്രജ്ഞർ എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കേണ്ട എല്ലാ ജഡ്ജിമാരും അങ്ങനെയല്ല. പരിണതപ്രജ്ഞരായ ജഡ്ജിമാർ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: പള്ളി എവിടെയും നിർമ്മിക്കാം. ലോകത്തിലെ ഏത് പള്ളിയും പോലെ ഒരു പള്ളി മാത്രമാണ് ബാബർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന 1526 നിർമ്മിച്ച അയോധ്യയിലെ പള്ളി. എന്നാൽ ശ്രീരാമ ജന്മഭൂമി എന്ന് അവകാശവാദം ഉന്നയിക്കപ്പെട്ട ഒരു സ്ഥലം ഭൂമിയിൽ മറ്റെവിടെയും ഇല്ല. അതുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ അത് ക്ഷേത്രം നിർമ്മിക്കാൻ സാധ്യമായ ഒരേ ഒരു ഇടം അവിടെയാണ്. എന്നാൽ അപ്പുറത്ത് ബന്ദിപ്പൂർ അല്ലേ ആ സ്ഥലത്തിൻ്റെ പേര്, അപ്പുറത്ത് ഒരു 25 കിലോമീറ്റർ അപ്പുറത്ത് അതിമനോഹരമായ ലോകോത്തരമായ ഒരു പള്ളി നിർമ്മിക്കാൻ സർക്കാർ തന്നെ ഭൂമി കൊടുക്കുകയും സുപ്രീം കോടതി തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമ്പോൾ അത് നീതിയാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ആ വിധി വന്ന ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇക്ബാൽ അൻസാരി സാബ് ജയ് ഹിന്ദ് എന്നായിരുന്നു പോസ്റ്റ്. ഇക്ബാൽ അൻസാരി ആരാണെന്ന് ഓർക്കുന്നുണ്ടാവും. ബാബരി മസ്ജിദ് പള്ളിയാണ്, അത് തകർക്കപ്പെട്ടത് തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ പരമോന്നത വിധി വരുന്നതിൻ്റെ തലേന്നാൾ വരെ കോടതി കയറി ഇറങ്ങിയ അയോധ്യയിലെ സുന്നി വഖഫ് ബോർഡിൻ്റെ സെക്രട്ടറിയാണ് ഇക്ബാൽ അൻസാരി സാഹബ്. പരമഭക്തനായ മനുഷ്യനാണ് അദ്ദേഹം. പരമോന്നത വിധി വന്നപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി, ഇതൊരു സമാധാനത്തിൻ്റെ വിധിയാണല്ലോ, ഞങ്ങളത് അംഗീകരിക്കുന്നു. അവിടെ സംഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എത്രയോ കാലത്തെ ഒരു തലവേദനയ്ക്ക് അറുതി വരുത്താൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ്.
കേന്ദ്ര ഭരണകൂടത്തിന് ആവശ്യമായ നിർദ്ദേശം നൽകുകയാണ്. അവിടെയാണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് അതിൻ്റെ ക്ഷേത്ര നിർമ്മാണത്തിന്, ശിലാപൂജയ്ക്ക് ഒക്കെ മേൽനോട്ടം വഹിച്ചത്. വേണമെങ്കിൽ എനിക്ക് തോന്നിയത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അശേഷം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിനെ ഹർഷപുളകത്തോടെ സ്വാഗതം ചെയ്യുകയും ആ ഉദ്ഘാടന പരിപാടിയിൽ, ശിലാപൂജ പരിപാടിയിൽ പോയി പങ്കെടുക്കുകയും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ വലിയ സ്വീകാര്യത ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ആ പന്തലിൽ കിട്ടുമായിരുന്നു. കാരണം ആ പള്ളിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേസ് നടത്തിയ ഇക്ബാൽ അൻസാരിക്കും കൂട്ടർക്കും രാജോചിതമായ സ്വീകരണമാണ് ആ പന്തലിൽ അയോധ്യക്കാർ കൊടുത്തത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അയൽക്കാരൻ അയോധ്യയിൽ പോയി വന്നു. അദ്ദേഹം അവിടെ അയോധ്യയിൽ കയറി ഇറങ്ങിയത് 6-7 മുസ്ലിങ്ങൾ നടത്തുന്ന 6-7 ബിസിനസ് സ്ഥാപനങ്ങളിലാണ്. അവരൊക്കെ നെഞ്ചത്ത് കൈവച്ചു പറയുന്നു അത്രേ, മാഷാ അല്ലാ, ദൈവത്തിന് സ്തുതി, അയോധ്യയിൽ സമാധാനം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതം മെച്ചപ്പെട്ടിരിക്കുന്നു, ലോകോത്തരമായൊരു മഹാനഗരിയായി അത് മാറിയിരിക്കുന്നു. അയോധ്യയിൽ സമാധാനം വന്നു, ജീവിതം പുഷ്ടിപ്പെട്ടു, എല്ലാ മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കുന്നു. ഇനി വേണമെങ്കിൽ അയോധ്യയിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറത്ത് വളരെ തകൃതിയായിട്ട് പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അഭ്യർത്ഥിക്കാവുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അഭ്യർത്ഥിക്കാവുന്നത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനൊക്കെ അപേക്ഷ കൊടുക്കാം, പള്ളി ഉദ്ഘാടനത്തിനും അങ്ങൊന്ന് വരാൻ സമയം കണ്ടെത്തണം. അത്രയല്ലേ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയാണ് അതിനെ കാണേണ്ടതാണ് എൻ്റെ വിശ്വാസം. മറ്റു പള്ളികൾക്കൊന്നും എനിക്ക് തോന്നുന്നു അതിനൊന്നും പ്രധാനമന്ത്രിമാർക്ക് പൊതുവേ നേരെ ഉണ്ടാവില്ല. അദ്ദേഹം രാജ്യത്ത് എത്ര പള്ളികളുടെ, എത്ര ക്ഷേത്രങ്ങളുടെ തറക്കല്ലിടൽ നടക്കുന്നു, എത്ര ക്ഷേത്രങ്ങളുടെ ശിലാപൂജ നടക്കുന്നു, അതിനൊന്നും നമ്മുടെ എല്ലാ പ്രധാനമന്ത്രിമാരും പോയിക്കൊള്ളണമെന്നില്ല. അയോധ്യയിൽ പോകേണ്ടതാണ്, പോയേ തീരൂ. അത് രാജ്യത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ അഹമ്മദ് മാഷ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബാബറി മസ്ജിദിൻ്റെ പൊളിച്ച് ഈ 1992 അങ്ങനൊരു കേസ് നിലനിൽക്കുവാണ് അവിടെ. ആ കേസ് നിലനിൽക്കുമ്പോഴാണ് ഒരു ജനക്കൂട്ടം വന്നൊരു മോബ് വന്നിട്ട് അത് തകർക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും യാതൊരു വിലയില്ല, യാതൊരു വാല്യൂ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അന്ന് ആ തകർക്കൽ അവിടെ നടന്നത്. ആ തകർത്ത സ്ഥലത്താണ് അവസാനം സുപ്രീം കോടതി തന്നെ പറയുന്നു തകർത്ത കേസ് നിലനിൽക്കും, എന്നാൽ അമ്പലം പണിയാന്ന് പറയുന്നു. വളരെ വൈരുദ്ധ്യമുള്ള അല്ലെങ്കിൽ രസകരമായ വിധിയാണ്. കാരണം തകർത്ത കേസ് നിലനിൽക്കും, എന്നാൽ അമ്പലം പണിയാം. അവിടെയാണ് പ്രധാനമന്ത്രി വന്ന് ഒരു മുഖ്യ കാരണവനായി മാറിയത്. അപ്പോൾ ഇതിനൊരു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, താങ്കളെ മനസ്സിലാക്കി തരുമല്ല, ഇത് വലിയൊരു ക്രിമിനൽ കുറ്റം അവിടെ നടന്നു. അതാണ് തകർച്ച എന്ന് പറയുന്നത്. ഇപ്പം താങ്കളും ഞാനും തമ്മിലൊരു സ്വത്ത് തർക്കം ഉണ്ടെങ്കിൽ ഞാൻ കുറേ ആളുകളെ കൂട്ടിക്കൊണ്ട് താങ്കളുടെ വീട് ഇടിച്ചു പൊളിക്കുകയല്ല വേണ്ടത്. അത് നിയമപരമായ പരിഹാരം കാണാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഇന്ത്യൻ നിയമം. ഈ ഇന്ത്യൻ നിയമങ്ങളെല്ലാം അതിലംഘിച്ചുകൊണ്ടാണ് അന്ന് ആ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. അത് ആ തകർക്കപ്പെട്ട സ്ഥാനത്താണ് ഈ അമ്പലം പണിതത് എന്നുള്ളത് മാത്രമാണ് അമ്പലത്തിനുള്ള ഏറ്റവും വലിയ വിയോജിപ്പ്. പിന്നെ ഈ പറഞ്ഞ കാര്യം ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിൽ തന്നെ, അയോധ്യ തന്നെ 26 അമ്പലമുണ്ട്. ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. അവിടെ അവർ ഇവിടെ എല്ലായിടത്തും ശ്രീരാമൻ ജനിച്ചു എന്ന് തന്നെ അവർ, അതല്ലാണ്ട് അതിൻ്റെ ഒരു വിശ്വാസം ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒരു ക്രിമിനൽ കുറ്റം നടന്നു ആണെന്ന് മാത്രം വിചാരിക്കുക. ആ ക്രിമിനൽ കുറ്റം ഒരിക്കലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ബാബരി വിധിയെക്കുറിച്ചുള്ള നിരന്തരമായ അന്നു മുതൽ ഇന്നോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിമർശനം തന്നെയാണ് സാർ ഉന്നയിച്ചത്. ആ വിമർശനത്തിനുള്ള മറുപടി ആ വിധിയിലുണ്ട് കൃത്യമായിട്ട്. പട്ടാപ്പകൽ ഒരു ക്ഷേത്രം, ഒരു പള്ളി തകർക്കപ്പെട്ടത് ലൈം ലൈറ്റിലാണ്, എല്ലാവരും കണ്ടതാണ്. അത് ക്രിമിനൽ കുറ്റമാണ്. ആ കേസ് നടക്കുന്നുണ്ട്, അത് കോടതിയിൽ വരട്ടെ, അതിൻ്റെ വിധി അതിൻ്റെ വഴിക്ക് വന്നോളും. പക്ഷേ ഇവരുടെ മുമ്പിൽ വന്ന വിധി, ഈ തർക്കസ്ഥാനം ഇനി എന്ത് ചെയ്യണം, ആ തർക്കസ്ഥാനത്ത് അന്തിമമായ പരിഹാരത്തിന് എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നീതിയല്ല, അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പം നീതി ഇപ്പോൾ സാറ് പറഞ്ഞത് തന്നെയാണ്, പള്ളി തകർച്ച സ്ഥലത്ത് വീണ്ടും പള്ളി ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നതാണ് നീതി. പക്ഷേ ഈ ചോദ്യം അതിനോട് ചേർന്ന് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ശ്രീരാമ ജന്മഭൂമിയാണ് എന്ന അവകാശവാദം, വിശ്വാസത്തിന് തെളിവുണ്ടാക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല സാറേ. വിശ്വാസത്തിന് തെളിവുണ്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വിശ്വാസത്തെ മാനിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ മര്യാദ. അതുകൊണ്ട് ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. വിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു. ഇതൊരു പള്ളിയാണ് എന്ന മാന്യത ബാബരി മസ്ജിദ് കമ്മിറ്റിക്ക് കൊടുക്കുകയും അവിടെ അല്ലെങ്കിലും കുറച്ചപ്പുറത്ത് സമാധാനത്തിൻ്റെ പേരിൽ ഒരു ഇത്തിരി അപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ആ കേസ് നടത്തിയ മുഴുവൻ സുന്നി വഖഫ് ബോർഡ് കമ്മിറ്റിയും അത് അംഗീകരിക്കുകയും അവർ കൂടി ചേർന്നുകൊണ്ട് ശിലാപൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ് അതിൻ്റെ സത്യം. ഈ പറഞ്ഞ ഇപ്പം നീതിയാണോ എന്ന് ചോദിച്ചാൽ പള്ളി പൊളിച്ചതല്ലേ, ക്രിമിനൽ കുറ്റമല്ലേ, ശരിയാണ് എന്ന് തീരും സാറേ. എനിക്കും നിങ്ങൾക്കും തർക്കിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അതാണ് കാര്യം. ഞാനായിട്ടൊരു ചോദ്യം ചോദിക്കുന്നില്ല. ശ്രീകാന്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു,
രാഷ്ട്രീയക്കാരുടെ മതത്തിലും മതത്തിൻ്റെ പുരോഹിതന്മാരുടെയും മതത്തിൻ്റെ മേലാളന്മാരുടെയും രാഷ്ട്രീയത്തിലുള്ള ഇടപെടലിനെ സംബന്ധിച്ച് ശ്രീകാന്ത് തന്നെ ചോദിച്ചു, അത് പരിഗണിച്ചില്ല. ഞാനത് വിട്ടുപോയതാണ്. വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ശ്രീകാന്ത് സൂചിപ്പിച്ച ഒരു ഉദാഹരണത്തിലേക്ക്, ഈ അയോധ്യ ക്ഷേത്ര പ്രശ്നത്തിലേക്ക് പോയതാണ്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മൂല്യങ്ങൾ ഒരുമിച്ച് പോയി ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഗുണം ചെയ്യുമെങ്കിൽ ഇവിടെ രണ്ടും സംഭവിക്കുന്നുണ്ട്. മതം പോയി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്, രാഷ്ട്രീയക്കാർ പോയി മതത്തിലും ഇടപെടുന്നുണ്ട് ഒരുപോലെ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏറ്റവും ഇപ്പോൾ വഖഫ് ചർച്ച നടക്കുകയാണ്. വഖഫിൻ്റെ പേരിൽ നടക്കുന്ന വലിയ ക്യാമ്പയിനുകളൊക്കെ ജെ പി സിക്ക് നിവേദനങ്ങൾ പോയി. ഈ രണ്ട് ക്യാമ്പയിനുകൾ നടക്കുന്നത് പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലാണ്. പള്ളികളിലാണ് ജെ പി സിക്ക് വിയോജിപ്പ് അയക്കാൻ വേണ്ടിയുള്ളത്. ജെ പി സിയെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ ഇടപെടുന്നുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ദേവാലയങ്ങളിൽ രാജ്യത്തിന് ഗുണകരമായതും രാജ്യത്തിന് പ്രാധാന്യമുള്ളതുമായ രാഷ്ട്രീയം പറഞ്ഞൂടാ എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുമാത്രമല്ല, അത് പാടില്ല എന്ന് പറഞ്ഞിടത്തൊക്കെ പുതിയ രീതിയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മൂല്യങ്ങൾ സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകക്രമത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്താനും തെറ്റാണെന്ന് പറയാനും പറ്റാത്ത ഒരു ഇന്ത്യൻ ജനാധിപത്യ സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ദോഷമുണ്ടാകുന്ന എപ്പോഴാണെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അതിൻ്റെ ജാഗ്രത മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം കൂടി, ഭീകരവാദത്തെക്കുറിച്ചും മത തീവ്രവാദത്തെക്കുറിച്ചുമാണ്. അതൊരു കാര്യം മാത്രമല്ല. ഇന്നലെ പഞ്ചാബിൽ തന്നെ നമ്മളൊരു കാഴ്ച കണ്ടു. അവിടെ അകാലിദളിൻ്റെ നേതാവിന് നേരെ വെടിയുതിർക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചയാൾ അവിടുത്തെ സിഖ് ഭീകരവാദ സംഘടന ഖലിസ്ഥാൻ്റെ മുൻ പ്രവർത്തകനായിരുന്നു, ഇപ്പോഴും സജീവമാണെന്ന് പറയുന്നു. അങ്ങനെ മറ്റ് പല ഭാഗങ്ങളും എടുത്താൽ തന്നെ മറ്റു തരത്തിലുള്ള, ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ വലിയ തോതിൽ ചിന്മയ കൃഷ്ണദാസിനെ പോലെയുള്ള സന്യാസിമാരൊക്കെ തന്നെ ഇപ്പോഴും ജയിലിലാണ്. ഇത്തരത്തിൽ ഈ മതഭീകരവാദ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. അത് കാരണം എന്താണ് എന്നുള്ളതാണ്. അത് പ്രത്യയശാസ്ത്രപരമാണോ, രാഷ്ട്രീയമാണോ, സാമ്പത്തികമാണോ? ഭീകരവാദത്തിന് ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ നേരത്തെ മതവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തിൽ ഉള്ള സാധ്യതകളിൽ 2-3 പറഞ്ഞു. ഒന്ന്, മതവും രാഷ്ട്രവും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല എന്ന് പറയാം. അത് യൂറോപ്യൻ മെത്തേഡാണ്. 2, മതം തന്നെ പാടില്ല എന്ന് പറയാം. അത് മാർസിയൻ മെത്തേഡാണ്. 3, മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മൂല്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാം. അത് ഇന്ത്യൻ മെത്തേഡാണ്. 4-മത്തൊരു മെത്തേഡുണ്ട്. അത് ഇന്ത്യക്ക് അന്യമാണ്, എന്നാൽ ഇന്ത്യയിൽ സജീവമാണ്. 4-മത്തെ മെത്തേഡ് മതം തന്നെയാണ് രാഷ്ട്രം എന്ന വാദമാണ്. അതാണ് മതരാഷ്ട്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ പ്രയോഗത്തിൽ അത് കണ്ടത് 2 തവണയാണ്. ഒന്ന് ദ്വിരാഷ്ട്രവാദം. ഞാനും എൻ്റെ അയൽപക്കത്ത് ജീവിക്കുന്ന ശ്രീകാന്തും 2 മതക്കാരായതുകൊണ്ട് തന്നെ ഒരേ ദേശത്തിൽ ഒരേ സംസ്കാരം പങ്കിട്ടുകൊണ്ട് ജീവിക്കുക അസാധ്യമാണ്. അതാണ് 2 നേഷൻ തിയറി എന്ന് പറയുന്നത്. മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച അതാണ് നമ്മൾ ആദ്യം കേട്ട മതരാഷ്ട്രം. ജിന്നക്ക് പക്ഷേ ഇസ്ലാം ആയിരുന്നില്ല, അത് മുസ്ലിം ആയിരുന്നു. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് മഹാഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രം. അത് മതമേ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ മതവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമും ജിന്നയും തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് അവിടെ കളിച്ചത്. മുസ്ലിം രാഷ്ട്രം എന്ന ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം മുഴക്കിയത്. 2-മതൊരിക്കൽ നമ്മൾ കണ്ടത് ഖലിസ്ഥാനിലാണ്. ഖലിസ്ഥാൻ തീവ്രവാദം അങ്ങനെ ഒന്നാണ്. 1940 ലാഹോർ പ്രമേയത്തിലൂടെ പാകിസ്ഥാൻ വാദം മുന്നോട്ട് വന്നതെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ 46 നമ്മൾ ഓർക്കേണ്ട കാര്യം, പാകിസ്ഥാൻ വാദത്തെ അതിശക്തമായി എതിർത്തവരാണ് ഖലിസ്ഥാനികൾ, സിഖുകാർ. ഇന്ത്യയിലെ സിഖുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയും പാകിസ്ഥാനെ വിഭജിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി വാദിക്കുകയും ചെയ്തവരാണ്. പക്ഷേ അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബോധോദയം, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നു എന്ന് ജിന്ന അവർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത ഈ കൾച്ചറൽ അനീലേഷൻ, സാംസ്കാരികമായ ഒരുതരം അപരത്വം ഞങ്ങളും നാളെ അനുഭവിക്കുമോ എന്ന ശങ്കയിൽ നിന്നാണ് അവർ മുന്നോട്ട് വന്നത്. ആ ശങ്കയാണ് 46 ആയപ്പോൾ അവർക്ക് ഒരു സിഖു രാഷ്ട്രം എന്ന വാദം വന്നത്. അതാണ് ഈ ശിരോമണി അകാലിദൾ SAD ഉണ്ടാകുന്നത്. അവരാദ്യം വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. 1956 നമ്മൾ ഭാഷാ സംസ്ഥാനങ്ങൾ വന്നല്ലോ.
ഭാഷാ സംസ്ഥാനങ്ങൾ വന്നപ്പോൾ അവർ സംസ്ഥാനം സ്വീകരിച്ചില്ല. പഞ്ചാബ് ഞങ്ങൾക്ക് അങ്ങനെ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന കലാപം കൂട്ടി അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു സിഖ് മതത്തിന് സ്വയംഭരണാവകാശമുള്ള ഒരു സംസ്ഥാനം വേണം. അവിടെയാണ് വിഘടനവാദം വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും സിഖുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദത്തിൻ്റെ ലക്ഷണമൊത്ത മാതൃകയാണത്. പക്ഷേ 2 തവണയാണ് അതിൻ്റെ വലിയ പാതകം, വലിയ കെടുതികൾ. ഒന്ന് പാകിസ്ഥാൻ വിഭജനകാലത്താണ് ഒരിക്കലും തീരാത്ത ചോരച്ചാലുകൾ തീർത്തത്, അങ്ങനെയാണ് കബന്ധങ്ങളുടെ തീവണ്ടികൾ ഉണ്ടായത് അന്നാണ്. ഒരു വിഭജനം നമ്മൾ കണ്ടു മടുത്തതാണ്. പക്ഷേ രണ്ടാമത്തെ വിഘടനവാദം വന്നത് പഞ്ചാബിലാണ്. അത് നമ്മൾ അടിച്ചമർത്തി ഒരുവിധം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴും പഞ്ചാബിലും വിദേശ രാജ്യത്തും ഒക്കെയായി സിഖ് തീവ്രവാദം വളരെ ശക്തമായിട്ടുണ്ട്. മൂന്നാമത്തെ ഒന്ന് ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ. വലിയ അലസതയോടെ അലസമായി മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ. ഇന്ത്യയുടെ 6 അതിർത്തി സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളോട് ചേർന്ന് ആ പരിസരത്ത് ഒരു ക്രിസ്തു രാജ്യം ആവശ്യമാണെന്നും അതിനാവശ്യമായ സൗകര്യം ചെയ്തു തരണമെന്നും എന്നോട് 2024 ജനുവരി മാസത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ലോകത്തിലെ ഒരു വൻകിട രാഷ്ട്രം അപേക്ഷിച്ചിരുന്നു എന്നും നമ്മളോട് ഇപ്പോൾ തുറന്നു പറയുന്നത് നമ്മൾ അഭയം കൊടുത്ത ഷെയ്ഖ് ഹസീനയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ 5 ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളോട് ചേർന്ന് അവരെ കൂടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ക്രിസ്തു രാജ്യത്തിന് സ്പേസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ആയിരിക്കണം. അതിനവർ വഴങ്ങാത്തത് കൊണ്ടാണ് അവരെ അട്ടിമറിച്ചത്. അതിനെ തുടർന്നാണ് അമേരിക്കൻ പാവയായ മുഹമ്മദ് യൂനുസിനെ അവിടെ ചീഫ് അഡ്വൈസറാക്കി കൊണ്ടുവന്നത്. ശ്രീകാന്തിൻ്റെ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാനിൽ വെറുതെ കലാപം ഉണ്ടാകുന്നില്ല, കലാപം ഉണ്ടാക്കുന്നതാണ്. കലാപത്തിൽ സാമ്രാജ്യത്വത്തിന് പങ്കുണ്ട്. ആരാണ് ബിൻ ലാദൻ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ താവളങ്ങളിൽ പരിശീലനം നേടി. അമേരിക്കക്ക് അന്ന് ഭൂമിയിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, അത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം കൊടുത്ത്, ആയുധം കൊടുത്ത്, ആളും അർത്ഥവും കൊടുത്ത് കാബൂളിലേക്ക് കയറ്റിവിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ആ ടാർഗറ്റ് നേടിക്കഴിഞ്ഞപ്പോൾ ഇവർ അമ്മയുടെ തന്നെ നെഞ്ചത്തേക്ക് തിരിഞ്ഞു. അതാണ് ബിൻ ലാദൻ്റെ കേസ്. ബിൻ ലാദൻ്റെ ചരിത്രം ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് എങ്ങനെയുണ്ടായി? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടി ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിങ്ങനെയാണ്, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് മിസോറാം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂർ മുഖ്യമന്ത്രിക്കെതിരായി പരസ്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്? വെറുതെ ഇറക്കുന്നതല്ല. 2 സാമ്രാജ്യങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് നമ്മുടെ അതിർത്തി ദേശത്തും ബംഗ്ലാദേശിനും മീതെ. രണ്ട് അതിർത്തി രാജ്യങ്ങൾ, 2 ശത്രു രാജ്യങ്ങൾ. ഒന്ന് അമേരിക്കൻ താവളത്തിന് വേണ്ടി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. 2 ഓൾറെഡി ബംഗ്ലാദേശിൻ്റെ ഒരു മുനമ്പിൽ ചൈന ഒരു തുറമുഖം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയുടെ തുറമുഖം വന്നാൽ അമേരിക്കയുടെ ഭീഷണി അവർക്ക് നേരത്തെ കാണാൻ പറ്റും. ചൈനക്കും വേണം ബംഗ്ലാദേശിനെ, അമേരിക്കക്കും വേണം ബംഗ്ലാദേശിനെ. 2 കൂട്ടർക്കും വലവീശി പിടിക്കാവുന്ന തരത്തിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വളരെ സങ്കീർണമാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മതം ഒരു പ്രധാനപ്പെട്ട എലമെൻ്റായി നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും മത തീവ്രവാദം മാത്രം അപകടമാണെന്ന് കരുതരുത്. എല്ലാ അടുക്കളയിലൂടെയും കടന്നു വരുന്ന മത തീവ്രവാദം തന്നെയാണെന്നും അവർക്കൊക്കെ വൈദേശിക സഹായം എപ്പോഴും ലഭ്യമാണെന്നും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ തകർക്കാനുള്ള അവസരം കിട്ടിയാൽ ആരും കളയില്ല. ചൈനയും കളയില്ല, അമേരിക്കയും കളയില്ല. അതുകൊണ്ട് ഇപ്പോൾ മണിപ്പൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. മിസോറാം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. ഈ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേകത കൂടി ഓർക്കണം. ത്രിപുരയിൽ നിന്ന് ഞാൻ ബസ് കയറിയിട്ട്, ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് ബസ് കയറിയിട്ട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് എത്തുന്നത് പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലാണ്. 2 തവണ ബോർഡർ കടന്നാണ് പോകുന്നത്. ബംഗ്ലാദേശ് മുറിച്ച് കടന്നാണ് പോകുന്നത്. ഒരു രാജ്യം മുറിച്ച് കടന്നു വേണം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ. അങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ് ഈ തീവ്രവാദം ശക്തിപ്പെടുന്നത് നമ്മൾ കാണണം. ക്രിസ്ത്യൻ തീവ്രവാദമല്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നൊരു മലയാളം പറയാം. ഹിറ്റ്ലറെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. ആരാണ് കൂട്ടരെ? ഹിറ്റ്ലർ.
നാളെ രാവിലെ 11 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ഉള്ളപ്പോൾ ഈ രാജ്യം ക്രിസ്തു രാജ്യമാകുമെന്ന് പ്രഖ്യാപിച്ച ഒരു കത്തോലിക്ക നേതാവിൻ്റെ പേരാണ് ഹിറ്റ്ലർ എന്ന് മറന്നു പോകാൻ പാടില്ല എന്ന് ഭീകരവാദത്തെക്കുറിച്ച് കാണുമ്പോൾ സമഗ്രമായിട്ട് കാണണം എന്ന് ഞാൻ ചേർത്ത് പറയുകയാണ്. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഒന്ന്, ഈ രണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ കണ്ണുണ്ട്. ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കാൻ പണം കൊടുത്ത സോറസ് ആണെങ്കിൽ ജോർജ് സോറസ്, അലക്സാണ്ടർ സോറസ് മക്കളും അപ്പനും ഒക്കെ കൂടി പണം കൊടുത്താണ് കലാപം ഉണ്ടാക്കുന്നത്. കലാപം ഉണ്ടാക്കാൻ കരാറെടുത്ത കോർപ്പറേറ്റുകളുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്. ആരാണ് മുഹമ്മദ് യൂനുസ്? അമേരിക്കൻ പാവയാണ്. സമാധാനത്തിന് എന്ന പേരിൽ ഒരു മൈക്രോ ഫൈനാൻസ് നടത്തുന്ന സ്ഥാപനത്തിന് നോബൽ സമ്മാനം കൊടുത്ത് ആദരിച്ചതാണ്, വെറുതെ അല്ല. മുഹമ്മദ് യൂനുസിൻ്റെ ദൗത്യം, മുഹമ്മദ് യൂനുസിനെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്, വെറുതെ ഉണ്ടായതല്ല. ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടതാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് നിരോധിക്കപ്പെടാത്തത്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നയം എന്താ? ലോകത്തെല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് രാജ്യങ്ങളില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പാൻ ഇസ്ലാമിക് ലോകമേ ഉള്ളൂ. ലോകത്തിൽ എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നയമാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗലാന അബുൽ അല മൗദൂദി എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളാണ്, അവരുടെ അമുസ്ലിം ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. ആ അമുസ്ലിം ഭരണം പോയിട്ട് ഇനി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു ഭരണം, അതും അമുസ്ലിം ഭരണമാണ്. ഒരു അമുസ്ലിം ഭരണത്തിൽ നിന്ന് മറ്റൊരു അമുസ്ലിം ഭരണത്തിലേക്ക് വരുന്നതിനാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത്. പാടില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള സമീപനം അതായിരുന്നു. എന്നിട്ടോ മുഹമ്മദ് അലി ജിന്ന മുൻകൈ എടുത്ത് പാകിസ്ഥാൻ കിട്ടിയപ്പോഴോ അവിടെ ചെന്നിട്ട് ജിന്നയുടെ കാല് പിടിച്ച് പറഞ്ഞു നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കി കളയാം. ജിന്ന സമ്മതിച്ചില്ല. കാരണം അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും മതരഹിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല. ഇന്ത്യ സെക്കുലർ ആണെങ്കിൽ നമ്മളും സെക്കുലറാണ്, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ നമ്മളും ഡെമോക്രാറ്റിക് ആണ്. അങ്ങനെയാണല്ലോ. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ആരൊക്കെ മന്ത്രിമാരുണ്ട് ആ പാറ്റേണിലാണ് അവിടെ മന്ത്രിമാരുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ സമ്മതിച്ചില്ല, ജിന്ന സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പാകിസ്ഥാനെയും പറ്റിയില്ല. എന്നിട്ടോ 971 ബംഗ്ലാദേശ് വന്നു. ബംഗ്ലാദേശിന്റെ വിമോചന സമരം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നയിക്കുമ്പോൾ ഇന്ത്യ വലിയ തോതിൽ ആ വിമോചന സമരത്തെ പിന്തുണക്കുമ്പോൾ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം എന്തായിരുന്നു? പാകിസ്ഥാന്റെ കൂടെ നിൽക്കണം, ഇസ്ലാമിക് ഐഡന്റിറ്റി ഉള്ളത് നമ്മൾ തകർക്കരുത്. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒന്നിച്ചു നിന്നാൽ നമ്മളൊരു ശക്തിയാണ്, അത് തകർക്കരുത്, വെട്ടിമുറിക്കരുത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ജമാഅത്തെ ഇസ്ലാമി എതിരാണ്, പാകിസ്ഥാൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരാണ്, ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിനെതിരാണ്. അവർക്ക് വേണ്ടത് ഒരു പാൻ ഇസ്ലാമിക് ലോകമാണ് എന്ന് കാണാൻ നമുക്ക് കഴിയണം. ആ പാൻ ഇസ്ലാമിക് ലോകം ഇപ്പോൾ വാഴുന്നത് അമേരിക്കയുടെ ചെലവിലാണ്. അതാണ് ബംഗ്ലാദേശിനെ കുറിച്ച് പറയേണ്ടത്. ബംഗ്ലാദേശ് തീർച്ചയായും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശിന് മാത്രമല്ല, ബംഗ്ലാദേശ് ഇന്ത്യക്ക് കൂടി മാരകമായ അപകടമാണ് ഉയർത്തുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് നിർത്താം, നമ്മുടെ സമയം ആവുന്നു. അപ്പോൾ പക്ഷേ ഇത് ഇപ്പോൾ എന്തായാലും 2019 നമ്മൾ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു, നരേന്ദ്രമോദിയും RSSും ചേർന്നു. അതേ മുദ്രാവാക്യം തന്നെ 2024 കേട്ടു. 2025 RSS 100 വർഷം പൂർത്തിയാക്കുകയാണ്. താങ്കൾ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള RSS ഇന്ത്യയെ 2025 ഹിന്ദുരാഷ്ട്രമാക്കുമോ? ഇന്ത്യ അങ്ങനെ ഹിന്ദുരാഷ്ട്രമായി മാറുമോ? BJPക്ക് അതിനുള്ള കരുത്തിപ്പോഴുണ്ടോ? അങ്ങനെ ഒരു മാറ്റം ഇന്ത്യയിൽ സാധ്യമാണോ? അത് ഔദ്യോഗികമായി പറയേണ്ടത് ഞാനൊന്നുമല്ല, പറയേണ്ടവരിവിടെ ഉണ്ട്. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു ധാരണ പറയാം. തെറ്റുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നന്ദേട്ടൻ്റെ സെഷൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന് തിരുത്തുകയും ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലെ ഈ ഹിന്ദു രാജ്യം എന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, അതൊരു ധാർമ്മിക രാഷ്ട്രീയ മുന്നേറ്റത്തിലേക്ക് ഒരു ജനതയെ ഉത്തിഷ്ഠരാക്കാനുള്ള ഒരു മുദ്രാവാക്യം മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഹിന്ദു രാജ്യം സ്ഥാപിക്കാനുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ സനാതനി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സനാതനി മഹാത്മാഗാന്ധിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് എനിക്ക് പരിചയമുള്ള എല്ലാ RSSകാരും. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം RSSന്റെ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്, RSSനെ കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങളിൽ പലപ്പോഴും പെട്ടുപോകുന്ന ഒരു അപകടമുണ്ട്. മഹാത്മാഗാന്ധിയെ കൊന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എത്രയോ RSS പരിപാടികളിൽ പോയിട്ടുണ്ട്. RSSന്റെ പരിപാടികൾ, RSSന്റെ ശാഖകൾ ആരംഭിക്കുന്നത് മഹാത്മാഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ്. ഇങ്ങനൊരു കാലത്ത് എനിക്ക് തോന്നുന്നു വല്ല ഹിന്ദുരാഷ്ട്രവും ഇവരുടെ സങ്കല്പത്തിൽ ഉണ്ടെങ്കിൽ അത് മഹാത്മജിയുടെ ഹിന്ദുരാഷ്ട്രം മാത്രമാവാനേ വഴിയുള്ളൂ. അത് രാമരാജ്യമാണ്, സനാതനികളുടെ രാജ്യമാണ്. ഇനി ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ തന്നെ അത് ഒരു പ്രത്യയശാസ്ത്രം, വിദൂരമായ ഒരു സ്വപ്നത്തിൻ്റെ തലത്തിലേക്കല്ലാതെ ഒരു ജനതയെ മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് രാഷ്ട്രീയമായ രീതിശാസ്ത്രമാണ് ഞാൻ പറയുന്നത്, പറ്റിക്കലല്ല.
പറ്റിക്കലല്ല, ഒരു അപകടം, ഒരു കൃത്യമായ രീതിശാസ്ത്രമാണത്. അതെല്ലാവർക്കും ഞാൻ പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ഒന്ന് സ്വപ്നം കാണുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലുണ്ടോ? ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? 21 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇന്ത്യയിൽ. ആരെങ്കിലും ഇന്ത്യൻ വിപ്ലവം എന്ന സ്വപ്നം പങ്കിടുന്നുണ്ടോ? ആരുടെ കയ്യിലും ഇല്ല. പക്ഷെ ആരോടും പറയില്ല, സത്യസന്ധമായിട്ട് പറയില്ല. ഞങ്ങൾ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഞങ്ങൾ. ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഞങ്ങളുടേതായ നയപരിപാടികൾ നടപ്പാക്കും എന്ന് പറയുകയാണ് വേണ്ടത്. ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറയുന്നത്, പിന്നെ ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ജനതയെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് മൊബിലൈസ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു മുദ്രാവാക്യം മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരു സ്വപ്നത്തിന്റെ തലത്തിലല്ലാതെ ഭൂമിയിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന അജണ്ട RSSന് ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏടുകളിൽ പലതും ഉണ്ട്. ഏടുകളിലൊക്കെ എപ്പോഴും അങ്ങനെയാണ്, എക്സാജറേറ്റഡ് വെർഷൻ ഉണ്ടാവുക. ഈ മാർസിനോട് ഒരു പത്രക്കാരൻ, അമേരിക്കൻ പത്രക്കാരൻ ലണ്ടനിൽ ചെന്നപ്പോൾ മാർസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരെ മൊത്തത്തിൽ ഒരു എക്കണോമിക് അനിമലാക്കി മാറ്റുന്നത്? നിങ്ങൾ സാമ്പത്തികം വർഗം വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാർസ് പറഞ്ഞു, മനുഷ്യരാശിയുടെ ഒരു അടിസ്ഥാന പ്രശ്നത്തിലേക്ക് ഡ്യൂ അറ്റൻഷൻ പോലും ലോകം കൊടുക്കാതിരിക്കുമ്പോൾ, അർഹിക്കുന്ന ശ്രദ്ധ പോലും കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ഊന്നി പറയും, ശ്രദ്ധ കൂട്ടി പറയും. അതുകൊണ്ടാണ് ഞാൻ സാമ്പത്തികം എന്ന് ഊന്നി പറയുന്നത് എന്ന് മാർസ് പറഞ്ഞതുപോലെയാണ് ഏടുകളിൽ. ഇപ്പോൾ ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ട് ഞാൻ നന്ദേട്ടനോട് ചോദിച്ചു, അതൊന്നും എനിക്ക് തോന്നുന്നു ആ എഴുതിയ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഹിന്ദു സംസ്കാരത്തിന്, ഇന്ത്യയിലേക്ക് വന്ന വൈദേശിക സമൂഹം, ദീർഘകാലം ഭരണം നടത്തിയിരുന്ന ഇസ്ലാമിക സമൂഹത്തിനോ ദീർഘകാലം ഭരണം നടത്തിയ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ സമൂഹത്തിനോ കിട്ടിയിരുന്ന പരിഗണന പോലും ഇന്ത്യയിലെ ഹിന്ദു സംസ്കാരത്തിന് കിട്ടുന്നില്ല എന്ന വേവലാതി, ഡ്യൂ അറ്റൻഷൻ ഹിന്ദു കൾച്ചറിന് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന് സവർക്കർ എഴുതി വെച്ചിരിക്കാം. ഗോൾവാൾക്കർജി അതിന് സമാനമായ ചില വാക്യങ്ങൾ പറഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയെത്ര മഹാന്മാരുടെ വേദവാക്യങ്ങളിൽ പറഞ്ഞു വെച്ചതൊക്കെ, വലിയ പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചതൊക്കെ അതിൻ്റെ അനുയായികൾ തന്നെ കാലാനുസൃതമായി പ്രായോഗികമായത് സ്വീകരിക്കുകയും അല്ലാത്തത് കൃത്യമായി പാഠഭേദം വരുത്തി വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രമേ RSSനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനം തുടരുകയാണ്. അപ്പോൾ നമ്മുടെ സമയം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഈ വിഷയം, മതവും രാഷ്ട്രീയവും എന്ന വിഷയം AP അഹമ്മദ് മാഷ് അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം അവതരിപ്പിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ